ഹലോ, സിമ്പിളായിട്ട് നമുക്കൊരു ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 4 ഡിഫറെൻ്റ് ആയിട്ട് ചെറുതുനിന്ന് വലിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്താൽ മതിയിടാ. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്താൽ ഫിനിഷിങ് കിട്ടൂലേ, എവിടെയൊക്കെ ആയിട്ട് പൊന്തി നിൽക്കുന്നുള്ളൊരു ഫീൽ കൊണ്ടാണ് ചെയ്യാതിരുന്നത്. ബട്ട് ഫൈനൽ റിസൾട്ട് കണ്ടപ്പം അത് വെച്ച് ചെയ്താൽ മതി എന്നായിപ്പോയി. പിന്നെ 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മൂന്നാമത് ഒട്ടിച്ച സ്റ്റിക്കും 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പം നല്ല ക്ഷമ വേണം. ക്ഷമയുടെ നെല്ലിപ്പലക അളവും. ഒന്നും കൊണ്ടല്ല, ഇത് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വിധത്തിലെല്ലാം സ്റ്റിക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു കോലമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചു ടി വിയിലെ സ്റ്റുവർട്ട് ലിറ്റിൻ്റെ അതേ ഒരു ഏണീൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയുള്ളത് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലേക്ക് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഒരു മിനി ക്യാരക്ടറില്ലേ. പിന്നെ നമ്മുടെ ഏണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേക്കിൽ നമ്മൾ 2 സ്റ്റിക്ക് ഇതുപോലെ ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലധികം റിസ്ക് എടുത്തിട്ടില്ല. അവിടെ ഒട്ടിക്കുമ്പോൾ അങ്ങനെ ഒരു വിസിബിളായിട്ട് കാണില്ല, അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒട്ടിച്ചത്. പിന്നെ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് എത്രയാണോ അളന്നിട്ട് ആ ഒരു അളവിൽ നമ്മൾ ലവ് എന്നൊക്കെ എഴുതിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസ്ക് ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിതൊന്നും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ നേരിട്ട് കാണാനാണ് ഭംഗി തോന്നിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ശരി എന്നാൽ, ബൈ.